മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. ഓക്കെ, അപ്പൊ 15 വർഷ കാലയളവിലായിരുന്നു നമ്മൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ആ ഒരു കാലയളവിലായിരുന്നു നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 15 വർഷ കാലയളവില് എന്ത് സംഭവിച്ചു, എല്ലാം കൂടെ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ 8 ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് അൺഈവൻ ആയിരുന്നു. അതൊരു സ്ഥിരമായിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഗോൾസും നമുക്ക് ഒരേ രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു അൺഈവൻ റേഷ്യോയിലാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2015 ആകുമ്പോഴേക്കും നമ്മുടെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അങ്ങനെ എക്സ്പയർ ആകുകയാണ്. അങ്ങനെ എക്സ്പയർ ആകുന്ന സാഹചര്യത്തിൽ എല്ലാവരും കൂടെ റെക്കഗ്നൈസ് ചെയ്തു, ഇങ്ങനെ ഒരു മുന്നോട്ട് പോക്കിലൂടെ നമുക്ക് എന്തായാലും നേട്ടം മാത്രമേ ലോകത്തിന് ഉണ്ടായിട്ടുള്ളൂ. ഇനിയും ഇത് അങ്ങോട്ട് കുറച്ചും കൂടെ നല്ലൊരു ഡെവലപ്പായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്ലാനറ്റിനെ നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് 2015 ശേഷം അതിന്റെ ഭാഗമായിട്ടാണ് ഏത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉടലെടുത്ത് വരുന്നത്. അതിന്റെ ഒരു തിരിച്ചറിവിൽ നിന്നും അതിന്റെ ഒരു അനലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDGs അഥവാ 2030 അജണ്ട ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ 2030 അജണ്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2015 നമ്മുടെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എക്സ്പയർ ആകുന്നത്. അപ്പൊ അതിന് ശേഷമുള്ള 15 വർഷം എന്ന് പറയുമ്പോൾ 2015 മുതൽ 2030 വരെയുള്ള കാലയളവിലേക്ക് നമ്മളൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പൊ നമ്മൾ ഈ പോകുന്ന കാലഘട്ടമൊക്കെ ഏത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ആ കാലയളവിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന പലതരം സ്കീംസ് അല്ലെ, ഗവൺമെന്റിന്റെ സപ്പോർട്ട് സ്കീംസ് ഒക്കെ നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. പല സ്കീമായിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ അന്ന് നടന്ന ആ 2000 നടന്ന ആ UN സമ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്, ഫോളോ അപ്പ് ആണ് ഇപ്പം നമ്മുടെ രാജ്യത്തോടെയും നമ്മുടെ ലോകത്തിലും ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. Okay. Substantial progress has been made regarding the MDGs. അപ്പോൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമായിട്ട് നല്ലൊരു സബ്സ്റ്റാൻഷ്യൽ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. The world has already realized the first MDGs of having the എക്സ്ട്രീം പോവേർട്ടി റേറ്റ് ബൈ 2015. എന്ത് സംഭവിച്ചിട്ടുണ്ട്, മൊത്തം വേൾഡിൽ 2015 ആകുമ്പോഴേക്കും നമുക്കൊരു പകുതിയോളം നമുക്ക് പോവേർട്ടി റേറ്റ് കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. However, the achievements have been uneven. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ നേട്ടം എന്ന് പറയുന്നത് ഒരു അൺഈവൻ ആയിരുന്നു, ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ ആയിരുന്നില്ല. The MDGs are set to expire in 2015 and the discussion of a post 2015 agenda continues. അങ്ങനെ MDG 2015 എക്സ്പയർ ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് 2015 അജണ്ട തുടർന്നുകൊണ്ടിരുന്നു, അതിന്റെയുള്ള ഡിസ്കഷൻ തുടർന്നുകൊണ്ടിരുന്നു. The focus is now on building a sustainable world where environmental sustainability, social inclusion and economic development are equally valued. അപ്പൊ ഈ 3 സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, ഇതിന് 3നും പ്രാധാന്യം ഒരുപോലെ കൊടുത്തുകൊണ്ടുള്ള ഒരു സസ്റ്റൈനബിൾ വേൾഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിലൂടെ ഉള്ള കാഴ്ചപ്പാടിലൂടെ നമ്മൾ എന്ത് ചെയ്തു, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഡെവലപ്പ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, വോയിസ് ക്ലിയർ ആണല്ലോ? ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഹലോ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെങ്കിൽ 2030 അജണ്ട, അതും അല്ലെങ്കിൽ 5 Ps എന്ന് പറയും. 5P എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. 5P എന്ന് പറയുന്നത് എന്താ? പീപ്പിൾ, പ്ലാനറ്റ്, പ്രോസ്പെറിറ്റി, പീസ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. ഇത് 3 ഉൾക്കൊള്ളുന്നതാണ് 5Ps എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വേറെ പേരുകളാണ് ഇത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ വേറെ പേരുകളാണ് ഇത് 2030 അജണ്ട അല്ലെങ്കിൽ 5Ps എന്നൊക്കെ പറയും. അപ്പൊ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 2015 ആകുമ്പോഴേക്കും നമ്മുടെ MDG എക്സ്പയർ ആയി. അപ്പൊ അതിനുശേഷം എന്ന് പറയുന്നത് 2016 ആദ്യം തന്നെ എന്ത് ചെയ്തെടുത്തു, നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്
ഗോള് LLSDG ഇംപ്ലിമെന്റ് ആയി. അപ്പൊ ഇംപ്ലിമെന്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2016 ജനുവരി 1 to December 30, 2030 വരെയാണ് കേട്ടോ. അത് കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ അവര് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് 17 ഗോൾസ്, 169 ടാർഗറ്റ്സ് ആൻഡ് 230 ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ നമ്മള് MDGs ഉണ്ടായിരുന്ന എന്തൊക്കെയായിരുന്നു? 8 ഗോൾസ്, 18 ടാർഗറ്റ്സ് ആൻഡ് 48 ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ അവര് പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത്, ക്രിയേറ്റ് ചെയ്തെടുത്തത് 17 ഗോൾസ്, 169 ടാർഗറ്റ്സ് ആൻഡ് 230 ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നോ വൺ ലീവ്സ് ബിഹൈൻഡ്. ഒരാൾ പോലും ഒഴിഞ്ഞു പോകാൻ പാടില്ല. ഇതിന്റെയൊക്കെ നേട്ടം കിട്ടാതെ ഒരാൾ പോലും അവശേഷിക്കാൻ പാടില്ല. നമ്മുടെ വേൾഡിൽ ഒരാൾ പോലും ഒഴിഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെയൊരു അച്ചീവ്മെന്റ്സ്, നമ്മുടെ ഈ അച്ചീവ്മെന്റ്സ് ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പാടില്ല, നിരാകരിക്കപ്പെടാൻ പാടില്ല. അതായിരുന്നു ഇതിന്റെ ഒരു പ്രധാന ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു യൂണിവേഴ്സൽ ഡെവലപ്മെന്റ് ഗോൾ ആയിരുന്നു. ഇത് ഒരു നേഷന് വേണ്ടിയോ ഡെവലപ്പിംഗ് നേഷന് വേണ്ടി മാത്രമായിരുന്നില്ല, യൂണിവേഴ്സൽ ആയിട്ട് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അജണ്ടയായിരുന്നു. SDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം MDGs നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഡെവലപ്പിംഗ് നേഷനെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതെന്ന് വെച്ചാല് നമ്മുടെ SDG എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ അജണ്ടയായിരുന്നു. മുഴുവൻ എല്ലാ നേഷനും ബാധിക്കുന്ന ഒരു അജണ്ടയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ലീവ് നോ വൺ ബിഹൈൻഡ്. ഒരാൾ പോലും ഒഴിഞ്ഞു പോകാൻ പാടില്ല, ഒരാൾക്കും ഈ ഒരു അച്ചീവ്മെന്റ്സ് നിരാകരിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഡ് പോവർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോം എവ്രിവെയർ. അതായത് നമ്മൾ പറഞ്ഞത് തന്നെ MDGയിലും ഫസ്റ്റ് ഉണ്ടായിരുന്നത് എന്താ? ഇറാഡിക്കേറ്റ് പോവേർട്ടി, അല്ലെ? പോവേർട്ടി, ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യുക, ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുക, നമ്മുടെ ലോകത്തിൽ നിന്നും ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുക. അതായിരുന്നു ഏറ്റവും പ്രയോറിറ്റി. MDGസിലായിക്കോട്ടെ SDGസിലായിക്കോട്ടെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിരുന്നത് പോവേർട്ടിക്കായിരുന്നു. ഓക്കെ, അപ്പോ ഇവിടെ അത് തന്നെ ഫസ്റ്റ് എൻഡ് പോവേർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ് എവ്രിവെയർ, ദാരിദ്ര്യം നിർമ്മാർജ്ജനായിരുന്നു. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻഡ് ഹങ്കർ, അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഇംപ്രൂവ് ന്യൂട്രീഷൻ ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. പട്ടിണി അവസാനിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, മെച്ചപ്പെട്ട പോഷകാഹാരം അതൊക്കെ കൈവരിക്കുക, സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതൊക്കെയാണ് സെക്കൻഡ് ഗോളായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എൻഡ് ഹങ്കർ, പട്ടിണി അവസാനിപ്പിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഇത് ഓരോ ഗോൾസും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ഗോൾസും ഒന്നൊന്നിനോട് ഇന്റർ കണക്റ്റഡ് ആയിരുന്നു. ഓരോ ഗോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിരുന്നു ആണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻഡ് ഹങ്കർ, അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഇംപ്രൂവ് ന്യൂട്രീഷൻ ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ആൻഡ് ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് എൻഷുർ ഹെൽത്തി ലൈഫ്സ് ആൻഡ് പ്രൊമോട്ട് വെൽബീയിങ് ഫോർ ഓൾ അറ്റ് ഓൾ ഏജസ്. അതായത് നമ്മുടെ ആരോഗ്യകരമായ ഒരു ജീവിതം ഉറപ്പാക്കുക. അത് ആർക്ക് വേണ്ടി മാത്രം? നമ്മൾ MDGസിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗർഭിണികളും നമ്മുടെ കുട്ടികളും ആയിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആയപ്പോ തന്നെ നോ വൺ ലീവ് ബിഹൈൻഡ്, ഒരാൾ പോലും ഒഴിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളൊരു അജണ്ടയിലൂടെ എന്ത് പറയുന്നുണ്ട്? ഏത് പ്രായക്കാരുടെയും, എല്ലാ പ്രായക്കാരുടെയും ജീവിത നിലവാരം പ്രോത്സാഹിപ്പിക്കുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഹെൽത്തി ലൈവ്സ്, ജീവിതം നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉറപ്പാക്കുക. അതുപോലെ എല്ലാ ഏജിലുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു തേർഡ് അച്ചീവ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ആൻഡ് പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ്. അപ്പൊ നമ്മള് MDGയും SDG ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ MDGയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. MDGയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, ഒരാളെ പോലും ഒഴിച്ചു നിർത്താൻ പാടില്ല, കുട്ടികൾ മാത്രമല്ല എല്ലാവരും ഒരുപോലെ തന്നെ ആവണം, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, മെച്ചപ്പെട്ട നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും അത്
ലൈഫ് ലോങ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ആജീവനാന്ത പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണ് 4th ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആജീവനാന്തമുള്ള പഠനത്തെ പ്രോത്സാഹിപ്പിക്കുക, എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, മെച്ചപ്പെട്ട സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു 4th. ദെൻ 5th എന്ന് പറയുന്നത് അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൻ ആൻഡ് ഗേൾസ്. അതെന്ത് ചെയ്യാ, ജെൻഡർ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണം കുട്ടികളിലായാലും പെൺകുട്ടികളിലും സ്ത്രീകളിലായാലും ഒരു ഇക്വാലിറ്റി എംപവർ സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു 5th ഗോളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൻ, സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇത് സ്ത്രീകൾ മാത്രമല്ല പെൺകുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് 5th ഗോളായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ 6th ഗോൾ എന്ന് പറയുന്നത് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോ? ഇല്ല. ഇല്ല. ഓക്കെ. ഓക്കെ, 6th ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ 6th എന്ന് പറയുന്നത് എൻഷുർ ആക്സസ് ടു വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും വെള്ളവും ശുചിത്വവും ഉറപ്പാക്കുക, എല്ലാവരിലേക്കും വെള്ളവും ശുചിത്വവും എന്താ ചെയ്യുക, ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു 6th ഡെവലപ്മെന്റ് ഗോളായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 7th എന്ന് പറയുന്നത് എൻഷുർ ആക്സസ് ടു അഫോർഡബിൾ, റിലയബിൾ, സസ്റ്റൈനബിൾ ആൻഡ് മോഡേൺ എനർജി ഫോർ ഓൾ. അതായത് നമ്മുടെ മോഡേൺ എനർജി, ആധുനിക ഊർജ വിഭവങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അത് എല്ലാവരിലേക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ എത്തുന്നുണ്ട് എന്നുള്ളത്, സുസ്ഥിരമായിട്ടും എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു പിന്നെ 7th ഗോളായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ 8th ഗോളായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് പ്രൊമോട്ട് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, എംപ്ലോയ്മെന്റ് ആൻഡ് ഡിസെന്റ്. സമഗ്രവും സുസ്ഥിരവുമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച, തൊഴിൽ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു 8th ഗോളായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൊമോട്ട് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, എംപ്ലോയ്മെന്റ് ആൻഡ് ഡിസെന്റ്. ഓക്കെ, സമഗ്രവും സുസ്ഥിരവുമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച, തൊഴില് എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ 9th എന്ന് പറയുന്നത് ബിൽഡ് റിസൈലന്റ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഫോസ്റ്റർ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം ഒക്കെ മെച്ചപ്പെടുത്തുക, നവീകരിക്കുക എന്നുള്ളതൊക്കെയാണ് 9th ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 10th എന്ന് പറയുന്നത് റെഡ്യൂസ് ഇനീക്വാലിറ്റി വിത്തിൻ ആൻഡ് എമംഗ് കൺട്രീസ്. അതായത് രാജ്യങ്ങളുടെ അകത്തും രാജ്യങ്ങൾ തമ്മിലും ഉള്ള ഇനീക്വാലിറ്റി, ഗ്യാപ്പ്, അന്തരം കുറയ്ക്കുക, ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക, അന്തരം കുറയ്ക്കുക. അതായത് സസ്റ്റൈനബിൾ ഒരു ഡെവലപ്ഡ് കൺട്രി എന്നുള്ള ആ ഒരു ഗ്യാപ്പ് കുറച്ചിട്ട് എല്ലാം ഒരു സ്ഥിരതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റെഡ്യൂസ് ഇനീക്വാലിറ്റി വിത്തിൻ ആൻഡ് എമംഗ് കൺട്രീസ്. അത് നേഷന്റെ അകത്തായാലും ഓരോ കൺട്രീസ് തമ്മിലായാലും ആ ഒരു ഗ്യാപ്പ് കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതായിരുന്നു 10th എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 11th പറയുന്നത് മേക്ക് സിറ്റീസ് ഇൻക്ലൂസീവ്, സേഫ്, റിസൈലന്റ് ആൻഡ് സസ്റ്റൈനബിൾ. 11th
റിഗാർഡ് ചെയ്യുന്നത് ആരെ സംബന്ധിച്ചതാണ്? സിറ്റീസ്, നഗരങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് 11th വൺ പറയുന്നത്. നഗരങ്ങളെ സമന്വയിപ്പിക്കുകയും സുസ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. നഗരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് 11ാമത്തെ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. നഗരങ്ങളെ സുസ്ഥിരപ്പെടുത്തുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുക. ദെൻ 12th വൺ എന്ന് പറയുന്നത് എൻഷുവർ സസ്റ്റൈനബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ പാറ്റേൺ. എൻഷുവർ സസ്റ്റൈനബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ പാറ്റേൺ. അതായത് നമുക്ക് ഉൽപാദനം മാത്രം പോരാ, ഉപഭോഗവും എന്ത് ചെയ്യാ, സുസ്ഥിരമാകണം അല്ലെ. ഉൽപാദനം മാത്രം, പ്രൊഡക്ടിവിറ്റി മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, നമ്മളെ കൺസംഷൻ, നമ്മൾ അത് ഉപയോഗിക്കുന്നതും കൂടെ നമ്മൾ ഒരു സസ്റ്റൈനബിൾ ആയിട്ടാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. സുസ്ഥിര ഉപഭോഗവും ഉൽപാദനവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് 12th വൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ 13 എന്ന് പറഞ്ഞത് ടേക്ക് urgent ആക്ഷൻ ടു കോംബാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ്. കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിന്റെ ആഘാതത്തെയും നേരിടാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ, അർജന്റ് ആക്ഷൻസ് സ്വീകരിക്കുക. ഓക്കെ, ടേക്ക് urgent ആക്ഷൻ ടു കോംബാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ് അല്ലെ. അപ്പൊ പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ, പെട്ടെന്നുള്ള വ്യതിയാനങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിന്റെ ആഘാതവും അതിന്റെ വ്യതിയാനമൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ വികസിപ്പിച്ചെടുക്കുക, അതിനുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു 13th വൺ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 14th ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് കൺസേർവ് ആൻഡ് സസ്റ്റൈനബിളി യൂസ് ദ ഓഷ്യൻസ്, സീസ് ആൻഡ് മെറൈൻ റിസോഴ്സസ്. അതായത് നമ്മുടെ സമുദ്രം അല്ലെ, സമുദ്രമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കൺസേർവ് ചെയ്യുക. നമ്മൾ സമുദ്ര സംരക്ഷണം, പിന്നെ സീസ് ആൻഡ് മെറൈൻ റിസോഴ്സസ് ഒക്കെ ഉണ്ട് അല്ലെ. കുറെ റിസോഴ്സസ് ഉണ്ട്, മെറൈൻ റിസോഴ്സസ് ഒക്കെ അല്ലെ. ഫിഷ്, അതിന്റെ പോലെയുള്ള പല കാര്യങ്ങളുണ്ട് മെറൈൻ റിസോഴ്സസ് ആയിട്ട് വരുന്നത്. ഫിഷറീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു 14th ഡെവലപ്മെന്റ് ഗോളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ 15th വൺ എന്ന് പറയുന്നത് സസ്റ്റൈനബിളി മാനേജ് ഫോറസ്റ്റ്, കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ, halt ആൻഡ് റിവേഴ്സ് ലാൻഡ് ഡിഗ്രഡേഷൻ, halt ബയോഡൈവേഴ്സിറ്റി ലോസ്. ഓക്കെ, അതായത് അത് നമ്മുടെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, വനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ വനത്തെ എന്ത് ചെയ്യുക, നമ്മൾ സുസ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുക. ഡിഫോറസ്റ്റേഷൻ ഒക്കെ, ഇവിടെ ഡിസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മരുഭൂമിവൽക്കരണം ഒക്കെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. മരുഭൂമിവൽക്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫോറസ്റ്റേഷൻ, അതായത് കട്ടിംഗ് ട്രീസിന് പകരം പ്ലാന്റ് ട്രീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിന് പകരം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ നാട്ടിൽ പോലും നടന്നു വരുന്നുണ്ട് അല്ലെ. അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടുവരാം. ഓരോ പഞ്ചായത്തിന്റെ കീഴിലായാലും വില്ലേജിന്റെ കീഴിലായാലും ഒക്കെ ഓരോ ഇങ്ങനെ മരം വെച്ച് പിടിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ 16th വൺ എന്ന് പറയുന്നത് പ്രൊമോട്ട് ജസ്റ്റ്, പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. നീതിയും സമാധാനവുമുള്ള ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സൊസൈറ്റി അല്ലെ, നമ്മൾ ഓരോ ഇൻഡിവിജ്വലും കൂടിയിട്ടാണ് നമുക്കൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സൊസൈറ്റി ഒരു ജസ്റ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വേൾഡിന്റെ അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നീതിയും സമാധാനവുമുള്ള ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുക, ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് 16th വൺ ആയിട്ട് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ 17th, revitalize the global partnership for sustainable development. ഒരു നമ്മള് MDGസിലും പറഞ്ഞതാണ് അല്ലെ, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്, സുസ്ഥിര വികസനത്തിനായിട്ടുള്ള ഒരു ആഗോള പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഒരു ആഗോള പങ്കാളിത്തം, എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ നേഷനും ഒരുപോലെ, അല്ലെങ്കിൽ നേഷനകത്തായാലും ഒരുപോലെ എന്ത് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക. വികസനത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യുക, പങ്കാളികളാകുക എന്നുള്ളതാണ് 17th ഗോളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോ ഗോൾ എടുത്തു നോക്കണം. അങ്ങനെ ഈ 17 ഗോൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഈ ഓരോ ഗോൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്, കൂടാതെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ഈ ഓരോ ഗോൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്, കൂടാതെ ഇതെല്ലാം തന്നെ എന്താണ്, വളരെ അധികം ഇമ്പോർട്ടന്റുമാണ്. ഓക്കെ,
അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അപ്പൊ എന്തുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ക്രിയേറ്റ് ചെയ്തെടുത്തതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. 2015 ആകുമ്പോഴേക്കും നമ്മുടെ MDGs എന്തായി, എക്സ്പയർ ആയി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലേക്ക് പോകുന്നത്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലേക്ക് പോയിട്ടുള്ളത്. അപ്പം നമ്മൾ അതിന് 17 ഗോൾസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം 17 ഗോൾസും എന്താ പറഞ്ഞത്, അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്ത പീരീഡ് പറഞ്ഞു January 1st 2016 ടു December 30, 2030. അപ്പൊ അതിനെ 2030 അജണ്ട എന്നും കൂടെ പറയും. അപ്പൊ അതിലവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് 17 ഗോൾസ്, 169 ടാർഗറ്റ്സ് ആൻഡ് 230 ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് നോ വൺ ലീവ്സ് ബിഹൈൻഡ്, ഒരാൾ പോലും ഒഴിഞ്ഞു പോകാതിരിക്കുക. ഇതൊരു യൂണിവേഴ്സൽ അജണ്ടയായിരുന്നു. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്തും പറയും, 5 P's എന്നും പറയും. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോസ്പെരിറ്റി, പീസ് ആൻഡ് പാർട്ണർഷിപ്പ് എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് അതിന് 5 P's എന്നും പറയാം. ഓക്കെ, അപ്പം ഒരാൾ പോലും ഒഴിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കാണാനും പറ്റുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ 17 ഗോൾസ് ഏതൊക്കെയാണെന്നാണ് ഓരോന്ന് 1 by 1 ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഡ് പോവർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ് എവ്രിവർ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതായിരുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻഡ് ഹങ്കർ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് സെക്കൻഡും, ഓരോന്നും ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം പട്ടിണി അവസാനിപ്പിക്കുക, പിന്നെ നമ്മുടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, ന്യൂട്രീഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് വൺ. തേർഡ് വൺ എന്ന് പറയുന്നത് എൻഷുർ ഹെൽത്തി ലൈഫ്സ്, ഒരു ആരോഗ്യപരമായ ജീവിതം പ്രൊമോട്ട് ചെയ്യുക, ഉറപ്പുവരുത്തുക. അത് എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും അത് ഒരുപോലെ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. ദെൻ എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. കൂടാതെ ഇതൊരു ലൈഫ് ലോങ് ലേണിംഗ് കൂടെ പ്രോത്സാഹിപ്പിക്കുക, ഒരു ആജീവനാന്ത പഠനം കൂടെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് അച്ചീവ് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ ആൻഡ് ഗേൾസ്, നമ്മുടെ സ്ത്രീ ശാക്തീകരണവും ലിംഗസമത്വവും ഉറപ്പുവരുത്തുക, അത് പെൺകുട്ടികളിലായാലും സ്ത്രീകളിലായാലും. ഓക്കെ, പിന്നെ ദെൻ സിക്സ്ത് വൺ എന്ന് പറയുന്നത് എൻഷുർ ആക്സസ് ടു വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ഓൾ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, കുടിവെള്ളവും സാനിറ്റേഷൻ ശുചിത്വവും എല്ലാവരിലേക്കും എത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള പലതരം സ്കീമുകളും കാര്യങ്ങളൊക്കെ, ഓരോ പദ്ധതികളൊക്കെ അല്ലെ, പ്രധാനമന്ത്രിയുടെ ഭാഗമായിട്ടുള്ള പല പദ്ധതികളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ദെൻ സെവൻത് വൺ എന്ന് പറയുന്നത് എൻഷുർ ആക്സസ് ടു അഫോർഡബിൾ, റിലയബിൾ, സസ്റ്റൈനബിൾ ആൻഡ് മോഡേൺ എനർജി ഫോർ ഓൾ. അതായത് ഇപ്പൊ നിലവിലുള്ള ആധുനിക ഊർജ സ്രോതസ്സുകൾ എല്ലാവരിലേക്കും എത്തുന്നുണ്ടെന്നുള്ളത്, ഇപ്പൊ ഇലക്ട്രിസിറ്റി ഒക്കെ പോലെയുള്ള പല ഊർജ സ്രോതസ്സുകളും എല്ലാവരിലേക്കും എത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ആധുനിക ഊർജ സ്രോതസ്സിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമുക്ക് LPG ഗ്യാസ്, പിന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി എല്ലാ കുടുംബങ്ങളിലേക്കും ഇലക്ട്രിസിറ്റി, LPG ഗ്യാസ് ഒക്കെ പോലെയുള്ളത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതികളൊക്കെ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എൻഷുർ ആക്സസ് ടു അഫോർഡബിൾ, അതായത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും കാര്യങ്ങളിലും എല്ലാവരിലേക്കും അത് എത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ എയ്ത്ത് വൺ എന്ന് പറയുന്നത് പ്രൊമോട്ട് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, എംപ്ലോയ്മെന്റ് ആൻഡ് ഡിസെന്റ്, എല്ലാവർക്കും തൊഴിലവസരങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എയ്ത്ത് വൺ ആയിട്ട് പറയുന്നത്. സാമ്പത്തിക വളർച്ചയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ദെൻ നയൻത് വൺ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിനായിട്ട്, അതായത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്, ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് 9ാമത്തെ ഡെവലപ്മെന്റ് ഗോൾ പറയുന്നത്. ദെൻ 10th വൺ എന്ന് പറയുന്നത് റെഡ്യൂസ് ഇൻഇക്വാലിറ്റി വിത്തിൻ ആൻഡ് എമംഗ് കൺട്രീസ്, എന്ത് ചെയ്യുക, രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരം, ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളത്. ഓക്കെ, 11th വൺ എന്ന് പറയുന്നത് സിറ്റിയുമായിട്ട്, നഗരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നഗരത്തിന്റെ എന്ത് ചെയ്യാം, നഗരങ്ങളെ സമന്വയിക്കുകയും സുസ്ഥിരപ്പെടുത്തുകയും ചെയ്യുക, അതാണ് നഗരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് 11th വൺ എന്ന് പറയുന്നത്. ദെൻ 12th വൺ എന്ന് പറയുന്നത് എൻഷുർ സസ്റ്റൈനബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ പാറ്റേൺ, ഉൽപാദനം മാത്രം പോരാ, നമ്മൾ അതിന്റെ ഉപഭോഗം എന്ത് ചെയ്യുക, സുസ്ഥിരപ്പെടുത്തുക. അതിന്റെ ഉൽപാദനം മാത്രം ആയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല അല്ലെ, നമ്മൾ അതിന്റെ ഉപഭോഗം എന്തായിരിക്കണം, സുസ്ഥിരമായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈനബിൾ വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ ഉറപ്പാക്കുന്നതാണ് 12th വൺ. ദെൻ 13th എന്ന് പറയുന്നത് ടേക്ക് urgent action to combat climate change and its impacts, പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിന്റെ ഫലമായി, അതിന്റെ പരിണിത ഫലമായി വരുന്ന ആഘാതങ്ങളെയൊക്കെ ചെറുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക, അതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ 14th വൺ എന്ന് പറയുന്നത് കൺസേർവ് ആൻഡ് സസ്റ്റൈനബിളി യൂസ് ദ ഓഷ്യൻസ്, സീസ് ആൻഡ് ദ മെറൈൻ റിസോഴ്സസ്, നമ്മുടെ മെറൈൻ റിസോഴ്സസ് ഒക്കെ, നാച്ചുറൽ മെറൈൻ റിസോഴ്സസ് ഒക്കെ സംരക്ഷിക്കുക, നമ്മുടെ സമുദ്രങ്ങളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് 14th വൺ എന്ന് പറയുന്നത്. 15th വൺ എന്ന് പറയുന്നത് സസ്റ്റൈനബിളി മാനേജ് ഫോറസ്റ്റ്, കോമ്പാക്ട് ഡിസർട്ടിഫിക്കേഷൻ,
halt and reverse land degradation, halt biodiversity loss അല്ലെ. ലാൻഡ് ഡിഗ്രാഡേഷൻ ഒക്കെ കുറയ്ക്കുക. നമ്മുടെ ലാൻഡ് ഡിഗ്രാഡേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വയലുകൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ നിലങ്ങളൊക്കെ നികത്തുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടതാണ്. അതൊക്കെ കുറച്ചു കൊണ്ടുവരിക. നമ്മള് ഫോറസ്റ്റിനെ സസ്റ്റൈനബിൾ ആയിട്ട് മാനേജ് ചെയ്യുക. നമ്മുടെ ഡിഫോറസ്റ്റേഷൻ ഒക്കെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് 15th one എന്ന് പറയുന്നത്. 16th one എന്ന് പറയുന്നത് പ്രൊമോട്ട് ജസ്റ്റ് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. നീതിപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു സൊസൈറ്റീനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. Then 17th one എന്ന് പറയുന്നത് റെവറ്റലൈസ് ദ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമുക്കൊരു ആഗോള പങ്കാളിത്തം, എല്ലാവരിലും ഒരു ആഗോള പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളത്. സുസ്ഥിര വികസനത്തിനായിട്ടുള്ള ഒരു ആഗോള പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് 17th one എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒന്നും ഒഴിഞ്ഞു പോകാതെ, ഒരു കാര്യങ്ങളും ഒഴിഞ്ഞു പോകാതെ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്തതാണ് നമ്മുടെ 17th goal എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. ഒന്നും ഒഴിഞ്ഞു പോകാതെ, ഒന്നും വിട്ടുപോകാതെ, ഒരാൾക്കും ഒരു അതിന്റെ ബെനിഫിറ്റ്സ് വിട്ടുപോകാതെ, ഒഴിഞ്ഞു പോകാതെ എത്തിക്കാൻ പറ്റി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ 17th ഗോളിലൂടെ പറയുന്നത്, 17 ഗോൾസിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും ഇന്റർ കണക്റ്റഡ് ആണ്, ഇന്റർ റിലേറ്റഡ് ആണ്. അതാണ് ഇവിടെ ആൻഡ് ദേ ആർ ഓൾ കണക്റ്റഡ്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഒന്നും കൂടെ പറയോ? എന്തെങ്കിലും വേണോ? ക്ലിയർ ആണ്? ഓക്കെ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രസന്റേഷൻ കാണിക്കോ, സ്ലൈഡ് കാണിക്കോ, എന്തെങ്കിലും വേണോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നാളെ എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു സെഷനും കൂടെ ബാക്കിയുള്ളൂ. ഈ ഒരു മൊഡ്യൂള് നമുക്ക് ഒരു സെഷനും കൂടെ ബാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ജനറൽ പേപ്പറാണ്, നന്നായിട്ട് വായിക്കുക. നിങ്ങളുടെ ലാംഗ്വേജിലായാലും എഴുതുമ്പോൾ പോയിന്റ്സ് വിട്ടുപോകാതെ സൂക്ഷിക്കുക. ഇതുപോലുള്ള പോയിന്റ്സ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആയാലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയാലും പോയിന്റ്സ് വിട്ടുപോകാതെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള പോയിന്റ്സ് എഴുതി നന്നായിട്ട് പോയിന്റ്സ് കോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോ അങ്ങനെ ജനറൽ പേപ്പറാണ്, നന്നായിട്ട് വായിക്കുക. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ കോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. നാളെ വരുമ്പോ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും സസ്റ്റൈനബിലിറ്റിയുടെ ഡെഫിനിഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ, പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ ഞാൻ ചോദിക്കും. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, ഓക്കെ ആണല്ലോ? പറഞ്ഞേ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ പഠിച്ചിട്ട് വരാം കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, സസ്റ്റൈനബിലിറ്റിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്, പില്ലേഴ്സ് പറഞ്ഞിട്ടുണ്ട്, 3 പില്ലേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ ടെക്നോളജിക്കൽ ആയിട്ടുള്ള 5 ടെക്നോളജിക്കൽ എന്താ പറയാ, അഗ്രികൾച്ചറൽ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് 4-5 പറഞ്ഞിട്ടുണ്ട്, അത് പറയാ. പിന്നെ പഠിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. അപ്പൊ അത് പഠിക്കുക. ആ ഒരു 8 ഗോൾസും പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതിന് 17 എണ്ണം കൂടെ പഠിച്ചു വെക്കുക. കൂടാതെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത വർഷവും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും ഇംപ്ലിമെന്റ് ചെയ്ത വർഷവും ആ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലായാലും ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്തെങ്കിലും എഴുതുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കോട്ട് ചെയ്ത് എഴുതുമ്പോൾ ഒരു പിന്നെ ഇതുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ അല്ലേ? എന്നാ പിന്നെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ പിന്നെ PPT തരുന്നതൊക്കെ നിങ്ങൾ നോക്കി വെക്കുന്നുണ്ടല്ലോ അല്ലെ? PPT ഒക്കെ എല്ലാവർക്കും ഗ്രൂപ്പിൽ ഞാൻ അയച്ചു തരാറുണ്ടല്ലോ, നോക്കുന്നുണ്ടല്ലോ? നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇനിയും എന്തെങ്കിലും നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ തരാം കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ വാട്സപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമോ അങ്ങനെയാന്ന് വെച്ചാല് ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്കൊരു സെഷൻ മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ. ഒരു സെഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ ക്ലീൻ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ മാത്രമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ബാക്കിയുള്ളൂ. ഓക്കെ, പേടിക്കാനുള്ള ഒരു പേപ്പർ ഒന്നുമല്ല, ജനറൽ ആയിട്ടൊരു പേപ്പറാണ്. നന്നായിട്ട് വായിക്കുകയാണ് വേണ്ട. പോയിന്റ്സ് ഒന്നും അപ്പൊ എന്തെങ്കിലുമൊക്കെ എഴുതാന്ന് വിചാരിച്ചിട്ട് നമുക്ക് എങ്ങനെ എക്സാമിന് എന്തെങ്കിലുമൊക്കെ എഴുതാന്ന് വിചാരിച്ചിട്ട് പോകാൻ പാടില്ല. പോയിന്റ്സിന് വളരെ പ്രസക്തമായിട്ടുള്ള പോയിന്റ്സ് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ,
എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് എഴുതാം എന്ന് വിചാരിച്ചിട്ട് പേപ്പർ പഠിക്കാതിരിക്കുകയോ വായിക്കാതിരിക്കുകയോ ചെയ്യരുത്. ഇതുപോലുള്ള പോയിന്റ്സിനാണ് പിന്നെ പ്രസക്തി. അപ്പൊ അത് നന്നായിട്ട് പോയിന്റ്സ് കോട്ട് ചെയ്തിട്ട് പിന്നെ പഠിക്കുക കേട്ടാ. ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞേ, എല്ലാരും ഉണ്ടോ? ആരാണ് ആബ്സെന്റ് എന്ന് പറഞ്ഞേ? ഓക്കെ, 12 പേരുണ്ട് അല്ലേ? അപ്പൊ ഇതുവരെ എടുത്ത പോർഷൻസ് ഒന്നും ഡൗട്ട് ഒന്നും ഇല്ല അല്ലെ? ഓക്കെ, എന്നാ പിന്നെ അപ്പൊ നാളെ മറന്നു പോകണ്ട, നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ടാവുള്ളൂ, ഞാൻ അടുത്ത സെഷൻ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഓരോരുത്തരുമായിട്ട് ചോദിക്കും, എല്ലാരോടും ചോദിക്കും കേട്ടോ. നിങ്ങൾ ആകെ എത്ര പേരുള്ളൂ, അപ്പൊ ചോദിക്കാൻ ഈസിയാണ്. എല്ലാവരോടും ചോദിച്ചതിന് ശേഷം, ഓരോരുത്തരോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾ ഇന്റേണൽ അസസ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ക്വിസിലൊക്കെ ഞാനിത് പിന്നെ എന്ത് ചെയ്യും, മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നന്നായിട്ട് പഠിക്കാം കേട്ടാ. ശരി എന്നാൽ. ഓക്കെ, 12:50 ആയല്ലോ അല്ലെ? 12:50 വരെയാണല്ലോ ഇന്നത്തെ ക്ലാസ് അല്ലെ? ശരി എന്നാൽ, താങ്ക് യു.